ഞാനെന്തോ ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. നിനക്കെങ്കിലും ഒന്ന് ആലോചിക്കാറുന്നില്ലേ? ഇനി നീ ആഗ്രഹിച്ചു കഴിഞ്ഞാ ഇതുപോലൊരു ആലോചന നിനക്ക് വരുമോ? നമ്മുടെ അച്ഛനിനി തല കുത്തി നിന്ന് തപസ് ചെയ്താലും ഇതുപോലൊരു ബന്ധം കൊണ്ടുവരാൻ പറ്റില്ല. നീ എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ വളരെ സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അത് റിയലൈസ് ചെയ്യുകയും ചെയ്തു. ആനന്ദ ഭൈരവി ആന്റിയുടെ വീട്ടിലേക്ക് നീ തന്നെ മരുമകളായി പോകുന്നതായിരിക്കും കറക്റ്റ്. ഇല്ല ചേച്ചി, നീയല്ലേ? ഞാൻ പറയുമ്പോ എന്താ വേണ്ടെന്ന് പറയുന്നേ? ഞാൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഫൂളിഷായി തീരുമാനം എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വേണ്ടി നീ എത്ര ത്യാഗം ചെയ്തതാ. നിനക്ക് വേണ്ടി ഞാൻ ഇതുപോലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ ചേച്ചിയാന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ചേച്ചി, അതെ, പൂർണ്ണ മനസ്സോടെ തന്നെ നീയും ദർശനമായിട്ടുള്ള കല്യാണത്തിന് എനിക്കൊരു താല്പര്യക്കുറവുമില്ല. ഇപ്പൊ നീ ദർശനെ കല്യാണം കഴിച്ചോ, അതിനേക്കാളും വലിയ വീട്ടിലേക്ക് ഞാൻ മരുമകളായി പോവാം. എന്താ, ഹാപ്പി അല്ലേ? വാ, ഈ കാര്യം ഇപ്പൊ തന്നെ അവരോട് പോയി പറഞ്ഞേക്കാം. വായോ. ഒരു മിനിറ്റ് ചേച്ചി, നിങ്ങൾ നടന്നോളൂ, ഞാനിപ്പോ വരാം. ശരി. ശരണ്യേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? അതാ വരുന്നു ചേച്ചി. ചേച്ചി, പോയാലോ? നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എങ്ങനെ, ഞങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയെന്നൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ആദ്യം ഒരു തീരുമാനം എടുക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്യില്ല. വാ പോവാം. പുറത്തുനിന്ന് നോക്കുമ്പോ ഒന്നും തോന്നില്ല.
പക്ഷെ ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോ ആകെ ഊപ്പാട് വരുവാണല്ലോ. അമ്മേ. എന്താ ഇവിടെ ഇരിക്കുന്നേ? എല്ലാ സാരിയും ഞാൻ മടക്കി വെച്ചിട്ടുണ്ടല്ലോ. നോക്കിക്കേ, എല്ലാ റാക്കിലും നല്ല നീറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നേ. ഓ, എല്ലാം ചെയ്തു കഴിഞ്ഞോ? ആ, അതുകൊണ്ട് തന്നെയാ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് ഓർത്തെ. നോ റെസ്റ്റ്. ആ ഭാഗത്തിരിക്കുന്ന സാരി ബോക്സ് ഒക്കെ ഈ സൈഡിലേക്ക് മാറ്റി വെക്കണം. അതെല്ലാം മാറ്റണോ? എന്താ, അത് നിന്നെ കൊണ്ട് പറ്റില്ലേ? എന്നാ ഞാനത് മാഡത്തിനോട് പോയി പറയട്ടെ. മോയെ തുറന്ന മാഡത്തിന്റെ അടുത്ത് പറയട്ടെ എന്നാ. ഇവക്കിപ്പോ ഈ ഡയലോഗ് സ്ഥിരം പറച്ചിലാണല്ലോ. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴല്ല, ഞാൻ ആ വീട്ടിലെ മരുമകളായിട്ടൊന്ന് വന്ന് കേറട്ടെ, എന്നിട്ട് ആദ്യം ഒഴിവാക്കുന്നത് നിന്നെ ആയിരിക്കും. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ, ഏയ് ഒന്നും ആലോചിച്ചില്ല. ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോണോ അതോ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോണോ എന്ന് ആലോചിച്ചതാ. നീ ആരാ, ബാഹുബലിയാണോ? എല്ലാം കൂടി ഒരുമിച്ച് പൊക്കിക്കൊണ്ട് പോവാനായിട്ട് കുരുവിയെ പോലെ ഉണ്ട്. കുരുവിയെ പോലെ എന്നോ? അത്രയും വെയിറ്റ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാ വല്ല എല്ലും പൊട്ടിയെന്ന് വെക്കേ. പിന്നെ എന്റെ മാഡത്തിന് തന്നെയാ ഈ ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒക്കെ ചെലവ്. അങ്ങനെ ആവട്ടെ മാഡം. മാഡം ഒന്ന് അങ്ങോട്ട് മാറി നിന്നാ എനിക്കതൊക്കെ ചെയ്യായിരുന്നു. പൊതുവെ കഴുതയാണ് ഭാരം ചുമക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്താ ഇത്? ആദ്യം ശരണ്യ വന്നു, ഇപ്പതേ രണ്ടുപേരും കൂടെ വരുന്നു. ഹായ് മാഡം. ഹായ്. അല്ല, ദർശൻ എവിടെയാ? മുകളിലൊരു മീറ്റിംഗിലാ. ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോവാം. ഏയ്, അങ്ങോട്ട് എവിടേക്കാ? ആ ബോക്സ് ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ ഒരു ബോക്സ് ഇല്ലേ, ഇനി അതും കൂടെ എടുത്ത് ഇവിടെ വെക്കാന്ന് ഓർത്തിട്ടാ. അങ്ങനെയാണോ? ഗുഡ് ഗുഡ് ഗുഡ്. പൊക്കോ പൊക്കോ. നിന്നെയൊക്കെ നമസ്കാരം ആന്റി. ആന്റിയുടെ മോനോടൊന്ന് സംസാരിക്കണം. സംസാരിച്ചോട്ടെ? ദർശൻ, ദർശനോട് എന്താ ഇവർക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? ഓ, എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചോളാൻ ശരണ്യ നേരത്തെ വന്ന് പറഞ്ഞതുകൊണ്ട് ദർശൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന് വിചാരിച്ച് താങ്ക്സ് പറയാൻ എങ്ങാനും വന്നതാണോ ഇനി? ശരണ്യ വന്ന് നിങ്ങളുടെ അടുത്ത് അവൾക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ?
അവൾക്ക് പകരമായിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അവൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ? പക്ഷേ നിങ്ങളെ കല്യാണം കഴിക്കുന്നതിൽ എനിക്കും ഒട്ടും താല്പര്യമില്ല. എന്താ, നിനക്കും ഇതിന് താല്പര്യമില്ലെന്നോ? ഓ മൈ ഗോഡ്, വരി വരിയായിട്ട് ഇപ്പൊ എത്ര ഗുഡ് ന്യൂസുകളാ എന്റെ ചെവി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നേ. നീ എന്താ പറയുന്നത് അനന്യ? അതെ ആന്റി. ഈ സന്തോഷം എനിക്ക് ഇപ്പൊ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് ആദ്യം കൊടുക്കാം. കപില മാഡം, സ്വീറ്റ്സ് എടുത്തോളൂ. ഇതാ, നിങ്ങൾ സ്വീറ്റ്സ് എടുക്കൂ. ഈ സ്വീറ്റ് എന്തിനാ? അതെന്റെ ഒരു പേഴ്സണൽ കാര്യമാ. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ മനസ്സിലാവും. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ തീരുമാനം പറഞ്ഞതിന് ശേഷം അമ്മയും അച്ഛനും എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അവിടെയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ് കഴിയുന്നത്. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ മറ്റോ ഉണ്ടായാൽ ആ വീട്ടിലിരിക്കുന്ന എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സാണ് ധരിക്കാറ്. ആനന്ദഭൈരവി ആ വീട്ടിൽ എന്തു പറഞ്ഞോ അതേ അവിടെ നടക്കുള്ളൂ. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് അതിനെക്കുറിച്ച് ഫുൾ ക്ലാരിറ്റി കിട്ടി. സത്യം പറഞ്ഞ എന്റെ അനിയത്തിയുടെ നല്ല സ്വഭാവം പിന്നെ അവളുടെ ഈ ലക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇവളെ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചേ. നിങ്ങളുടെ തീരുമാനം 100% കറക്റ്റാണ് ആന്റി. നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടുകുടുംബം ഇതുപോലെ എപ്പോഴും ചേർന്ന് സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ അതിന് എന്റെ ശരണ്യെ കൊണ്ട് മാത്രമേ പറ്റൂ. നിങ്ങളുടെ കുടുംബത്തിന് ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ. ആന്റി ആഗ്രഹിച്ചതുപോലെ തന്നെ എന്റെ ശരണി ആന്റിയുടെ വീട്ടിലെ മരുമകളാവും. ഈ കല്യാണത്തിന് ഞങ്ങളെ സമ്മതിച്ചത് മാത്രമല്ല, ഞങ്ങളുടെ ശരണിയും കൂടി സമ്മതിച്ചിട്ടുണ്ട്. അവളെ നോക്കിയേ, പെണ്ണിന് നാണം വരുന്നു. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സംസാരിക്കാൻ നാണിച്ചിരുന്ന കുട്ടിയല്ലേ നീ. പക്ഷെ ഇപ്പോ നിന്റെ അനിയത്തെ പോലെ കോൺഫിഡന്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നേ. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ആവാറുണ്ട്. നിങ്ങൾ എന്റെ അനിയത്തിയെ ഇഷ്ടപ്പെട്ടിരുന്നു, കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ പ്രണയം വിജയിച്ച പോലെ തന്നെയല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച പെണ്ണ് തന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് വരും. ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എല്ലാരും ഹാപ്പി അല്ലേ? പോയിട്ട് വരാം ആന്റി. ആന്റി പോയിട്ട് വരാം. പോയിട്ട് വരാം അങ്കിൾ.
ആഹാ നടക്കടി. സമീര, എന്താ ഞാൻ പറയുന്നത് കേക്ക്. നീ സമാധാനപ്പെട്, എന്നോട് ദേഷ്യപ്പെടണ്ട. ഇവിടെ എന്ത് നടന്നാലും പൊട്ടിയെ പോലെ എന്നെ വിശ്വസിക്ക്. എന്റെ പിന്നാലെ നടന്നോ, ഞാൻ നിന്നെ ചതിക്കില്ല. ഇതൊക്കെയല്ലേ? ഇതൊക്കെ ഇവിടെ എങ്ങനെയാ സംഭവിച്ചേ? അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തെ. നേരത്തെ ആണെങ്കിൽ ശരണ്യ ഇവിടെ വന്ന് എനിക്ക് ഈ കല്യാണം വേണ്ട, എന്റെ ചേച്ചിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാനും ഇനി ഈ കല്യാണം നടക്കില്ല എന്നാ വിചാരിച്ചുകൊണ്ടിരുന്നേ. എന്നാ ഇപ്പോ വീണ്ടും അനന്യ ഇവിടെ വന്ന് എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിരിക്കുക. എങ്ങനെ ഇതൊക്കെ നടന്നെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇതിനെല്ലാം കാരണം നീ തന്നെയാ. ഞാനാ? അതെ, അന്ന് നീ ശരണ്യയോട് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നീ പറഞ്ഞുകൊണ്ടാ അവരിപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ ഓൾറെഡി വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോ അമ്മ... അത് തന്നെയാ ഞാനും പറയുന്നേ. സത്യം പറഞ്ഞ അവർക്കത് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാ നീ ഇങ്ങനെ നുണ പറഞ്ഞത്. നീ അന്ന് പറഞ്ഞ നുണയാണ് ഇപ്പൊ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത്. ഇപ്പൊ ആ ശരണ്യ കല്യാണം കഴിക്കാൻ റെഡിയാണ്. ശരണ്യയെ മരുമകളെ കാണാൻ നിന്റെ അമ്മയും റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പൊ നീ എന്താ പറയാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് മനസ്സിലായി നിന്റെ അമ്മയോട് നിനക്കുള്ള പേടി കൊണ്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് അവസാനം നീ എന്നെ ഒഴിവാക്കുമെന്നാ തോന്നുന്നത്. അയ്യോ, അങ്ങനെയല്ല. എന്തല്ലെന്ന്? നിനക്ക് ശരിക്കും എന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും നീ സത്യം പറയുമായിരുന്നില്ലേ? അമ്മയുടെ മുന്നിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് എന്റെ പ്രോബ്ലം. ശരി, എന്നാ ഞാൻ പോയി പറയട്ടെ. നിന്റെ അമ്മയെ കാണുമ്പോ നിനക്കാണ് പേടി, എനിക്കാ പേടിയില്ല. ഞാൻ തന്നെ പറയാം. നിക്ക് സമീറ, വേണ്ട. നീ പറയണ്ട. നമ്മുടെ സ്നേഹത്തെക്കുറിച്ച്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അമ്മയോട് ഞാൻ തന്നെ പറയാൻ പോവാ. ദർശൻ, എന്തോ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അമ്മയോട് പറയണമെന്നും പറയുന്ന കേട്ടു. അമ്മയോടല്ലെന്നേ, ആ പെണ്ണിനോട് പറഞ്ഞു എന്ന് ഞാൻ സമീറയോട് പറയായിരുന്നു. ഓ, അങ്ങനെയാണോ? ആ, ദൈവമേ, ഇപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ? എന്താ പറയാൻ ഞാൻ? പെട്ടെന്ന് അമ്മ വന്ന് ചോദിച്ചപ്പോ, എന്തായാലും നാളെ ഒന്നും കല്യാണം നടക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ അവര് വന്ന് കല്യാണം ഫിക്സ് ചെയ്താലും ഞാൻ ശരണയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എന്നെ വിശ്വസിക്കേ. ശരിക്കും ഞാനിത് വിശ്വസിക്കണോ? ആ ചേട്ടാ, നമസ്കാരം. നമസ്കാരം സ്വാമി. സ്വാമിയെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. ആനന്ദാ, നമസ്കാരം മേഡം. വരൂ സ്വാമി. നമസ്കാരം. ഇരുന്നോളൂ. മകന്റെ കല്യാണം തീരുമാനിച്ചു എന്ന് അറിഞ്ഞു. സന്തോഷം. പക്ഷേ മകനെ കണ്ടില്ലല്ലോ ഇതുവരെ. ദർശൻ, ദർശൻ. ആ, ഇതാ വരുന്നു വല്ലമ്മേ. മോനെ, നീ ഇവിടെ വന്നിരിക്കെ. എന്താ ദർശ, ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. ദർശൻ എന്താ പെൺകുട്ടിയാണോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ?
അതിനിപ്പോ നിശ്ചയമൊന്നുമല്ലല്ലോ നടക്കുന്നത്. അവൻ ഇനി എപ്പോ എങ്ങനെ ഇരുന്നാലും അവൻ ഹീറോ തന്നെയല്ലേ. നിങ്ങളുടെ ഈ മകനുണ്ടല്ലോ, ചന്തത്തിലും ഗുണത്തിലും ശ്രീരാമചന്ദ്രനാ. ശരി, നിങ്ങൾക്ക് സീതാദേവിയെ എവിടുന്നാ കിട്ടിയത്? ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് സ്വാമി. സ്വഭാവത്തിൽ സീതാദേവി, രൂപത്തിൽ ലക്ഷ്മി ദേവി,